ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു ക്യാമറ തൂക്കിക്കൊണ്ട് ഒരു സഹോദരൻ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലൂടെ രാത്രി വൈകുന്നേര സമയത്ത് ഉല്ലസിക്കുന്നതാകുന്ന ആളുകൾക്കിടയിലൂടെ ക്യാമറ ഇങ്ങനെ തൂക്കിപ്പിടിച്ച് അവർക്ക് മുമ്പിലേക്ക് ക്യാമറ തിരിച്ചു പിടിച്ച് ജനങ്ങളോടായി മൈക്ക് വെച്ചുകൊണ്ട് ചോദിക്കുന്നു, മരണമുണ്ടോ, മരണാനന്തര ജീവിതമുണ്ടോ, നിങ്ങൾക്കതിൽ വിശ്വാസമുണ്ടോ, സ്വർഗമുണ്ടോ, നരകമുണ്ടോ? ഓരോ ദിവസം ഇറങ്ങിയിട്ട് വൈകുന്നേര സമയമാകുമ്പോൾ ഓരോരുത്തരും അവരവരുടെ യൂട്യൂബിന്റെ ചാനലിന്റെ വരുമാനം കൂട്ടാൻ ഇത്തരത്തിലുള്ള ചോദ്യമുറകളുമായി ഇറങ്ങുകയാണ്. അപ്പൊ ചോദ്യം ചോദിക്കപ്പെടുന്നതാകുന്ന ആളുകൾ അവർ പലരും പല അഭിപ്രായം പറയുകയാണ്. അല്ലെങ്കിൽ തലയിൽ തട്ടമിട്ടതാകുന്ന മുസ്ലിം സഹോദരിമാരുണ്ട്, ദീനീ ബോധമുള്ള മതബോധമുള്ള മതനിഷ്ഠയുണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് തോന്നുമാറുള്ള വേഷവിധാനങ്ങൾ ധരിച്ചിട്ടുള്ള ആളുകൾ പോലും ക്യാമറയ്ക്ക് മുമ്പിൽ വന്നുകൊണ്ട് അവർ പരസ്യമായി പറയുന്നു സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ പറയുന്നത് വെറും ഒരു കിംവദന്തിയാണ്, അതൊക്കെ വെറുതെ ഒരു അടിച്ചിറക്കലാണ്, മരണാനന്തര ജീവിതമില്ല എന്ന് അവർ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ തന്നെ വന്നുകൊണ്ട് പറയുകയാണ്. മുസ്ലിം സഹോദരിമാർ നമ്മൾ മനസ്സിലാക്കണം, വിദ്യ നുകരുന്ന കലാലയങ്ങളിൽ പോയി പഠിക്കുന്ന അറിവിന്റെ കേദാരമായി നമ്മൾ മക്കളെ മനസ്സിലാക്കുന്ന അത്തരത്തിലുള്ള മക്കളാണ് ഈ ചാനലിന് മുമ്പായി വന്നുകൊണ്ട് പറയുന്നത്. 100-ൽ 40% ആളുകൾ മരണാനന്തര ജീവിതത്തെ എതിർക്കുകയാണ്. ഇങ്ങനെ ഓരോ ദിവസവും ചാനലുകളിലൂടെയാണ് സർവ്വതും തീരുമാനിക്കുന്നത്. ഇന്നങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ചാനൽ മുൻകേനെ അല്ലെങ്കിൽ ജനങ്ങൾ റേറ്റിംഗ് കുറിക്കുന്നതനുസരിച്ച് ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുകയാണ്. ഈ അടുത്ത് നടന്ന ഏഷ്യാനെറ്റിന്റെ വലിയൊരു റിയാലിറ്റി ഷോ ആയിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ. എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു റിയാലിറ്റി ഷോയാണ്. ആ റിയാലിറ്റി ഷോ നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്, ഒരിക്കലും അത് പറയുകയുമില്ല. കാരണം അതിൽ കാണിച്ചു കൂട്ടുന്നതാകുന്ന തോന്നിവാസങ്ങൾ ധാരാളമാണ്. അന്യരാകുന്ന സ്ത്രീ പുരുഷന്മാർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ഇക്കിളിപ്പെടുത്തുന്ന സംസാരങ്ങൾ നടത്തുകയും അനാവശ്യമാകുന്ന ഭാഷണങ്ങൾ നടത്തുകയും തെറിയഭിഷേകം നടത്തുകയും പരസ്പരം പോരടിക്കുകയും പരസ്പരം തീരെ താഴ്ന്ന നിലയിൽ സംസാരിക്കുകയും നിലവാരമില്ലാത്തതാകുന്ന വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് 100 ദിവസം ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് ട്രോഫി കൊടുത്ത് വലിയ സ്ഥാനമാനങ്ങൾ കൊടുത്ത് അലങ്കരിക്കുകയാണ്. എന്തോ ലോകോത്തര ജീവിതം കഴിഞ്ഞിട്ട് വന്നതുമാതിരി. പരസ്പരം അതിനകത്ത് ചീത്തവിളിയാണ്. മുതിർന്നവരായി കാണാൻ പഠിക്കുന്നില്ല, മുതിർന്നവരെ ചീത്ത വിളിക്കുന്നു. എന്നിട്ട് എല്ലാത്തിനും ഒരു പേര് ഗെയിമാണ് പോലും. നഊദുബില്ലാ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചിലരുടെ കുടുംബങ്ങളെ, അവരുടെ വംശീയതയെ, അവരുടെ ജനനേന്ദ്രിയത്തെ എന്ന് വേണ്ട ഓരോരുത്തരുടെയും വ്യക്തമായി തെറിയഭിഷേകം നടത്തുകയാണ് അതിലൂടെ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് എന്റെ വിഷയവുമായി ഞാൻ ചേർത്ത് നിർത്തുകയാണ്. കാരണം അതിൽ പോലും അവസാനം ജനങ്ങളുടെ വോട്ടിംഗ് ആർക്കാണ് കൂടുതൽ ലഭിച്ചത് അവരെയാണ് വിജയിയായി പ്രഖ്യാപിച്ചത്. വിജയിയാകുമോ, വിജയിക്കുമോ എന്നിങ്ങനെ അവസാന സമയത്ത് ഓരോരുത്തരും നോക്കിയിരുന്ന് അവസാനം ദിൽഷയ്ക്ക് കപ്പ് കൊണ്ടുപോയപ്പോ എല്ലാവരും പറഞ്ഞു ഇതൊരു ഒത്തുകളിയാണ്, ഡോക്ടറിന്റെ ആർമി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എല്ലാവർക്കും നല്ല ശ്രദ്ധ കിട്ടിയില്ലേ? ഇപ്പം എല്ലാവർക്കും നല്ല ശ്രദ്ധ. ഇതൊക്കെ പറയുമ്പോൾ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡോക്ടറെ കാണാൻ വേണ്ടി പത്തനംതിട്ടയിൽ പോയവർ വരെ നമ്മുടെ നാട്ടിലുണ്ട്. അള്ളാഹു ആക്കട്ടെ. ഇങ്ങനെ ഒന്ന് കണ്ടു കിട്ടിയാൽ മതിയായിരുന്നു. അതിനകത്ത് പങ്കെടുത്ത ഒരു കണ്ടസ്റ്റന്റാണ്. അയാളെ കാണാൻ വേണ്ടി യാത്ര തിരിക്കുന്ന ആളുകൾ മുസ്ലിം സഹോദരിമാർ വരെ ധാരാളമുള്ള കാലഘട്ടം. എത്രത്തോളം ഒരു മനുഷ്യനിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് മീഡിയ എന്നതിലേക്കാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. അതിനോടൊപ്പം ജനങ്ങൾ തീരുമാനിക്കുന്ന റേറ്റിംഗ് കൊടുക്കുന്ന വിഷയത്തിലാണ് കാര്യവും എന്ന് മനസ്സിലാക്കി തരികയാണ്. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? അള്ളാഹു ഉണ്ടോ, അല്ലെങ്കിൽ പ്രവാചകനുണ്ടോ, അല്ലെങ്കിൽ സ്വർഗമുണ്ടോ, നരകമുണ്ടോ, മരണാനന്തര ജീവിതമുണ്ടോ എന്നൊക്കെ വൈകുന്നേര സമയത്ത് ഏതെങ്കിലും പാർക്കിൽ പോയിരിക്കുന്ന ആളുകളോട് വന്നുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവരിൽ 10 പേരിൽ 9 പേരും ഇല്ല എന്ന് പറഞ്ഞാൽ അതായി ലോകം അംഗീകരിക്കുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് ലോകം മാറി എന്നർത്ഥം. ശാസ്ത്രം നോക്കുന്നില്ല, ഖുർആൻ പഠിക്കുന്നില്ല, ഹദീസ് പഠിക്കുന്നില്ല, ദീനി വിജ്ഞാനം ഒന്നും നുകരുന്നില്ല. അതിനെല്ലാം മാറ്റി നിർത്തിയിട്ട് ജനങ്ങൾ പറയുന്നതാണ് മറ്റുള്ളവർക്കും വലിയ വില. ഉദാഹരണത്തിന് നമ്മളൊരു ചാനൽ ദർശിക്കുകയാണ്.
അതിൽ 1 മണിക്കൂർ കാണുന്നതാകുന്ന ആ യൂട്യൂബ് വീഡിയോയിൽ ഒരു 40% ആളുകൾ ഈ രീതിയിൽ പ്രതികരിച്ചു. അല്ലാഹ് ഇല്ല എന്നും ലോകാവസാനം ഉണ്ട് എങ്കിൽ പോലും അള്ളാഹു ഇല്ല എന്നും മരണാനന്തര ജീവിതമൊന്നുമില്ല എന്നും മരണത്തോടുകൂടി എല്ലാം അസ്തമിക്കുകയാണ് എന്നും ഒരു 40% ആളുകൾ പറയുന്ന വീഡിയോ കാണുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ ഈമാൻ കുറയും. അങ്ങനെയാണ്. അവൻ ഈ 40 പേരും പറയുന്നത് കേൾക്കുമ്പോൾ ശരിയാണോ, അപ്പൊ ഇനി അല്ലാഹ് ഇല്ലേ, മരണാനന്തര ജീവിതം ഇല്ലേ എന്നുള്ളൊരു തോന്നൽ കൊടുക്കാൻ. അതാണ് മീഡിയയുടെ, സോഷ്യൽ മീഡിയയുടെ പവർ. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പറഞ്ഞാൽ അങ്ങനെ ജനങ്ങൾ പറയുന്നതാണ് സത്യം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ലോകം എത്തിയിരിക്കുന്നു എന്നർത്ഥം. ഖുർആനിന് വില കൽപ്പിക്കുന്നില്ല, ഹദീസുകൾക്ക് വില കൽപ്പിക്കുന്നില്ല. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും സത്യവിശ്വാസികളാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരണമുണ്ട് എന്നും മരണാനന്തര ജീവിതമുണ്ട് എന്നും വിശ്വാസമുള്ളവരാണ് നമ്മൾ. കേവലം ഒരു പറച്ചിൽ മാത്രം കൊണ്ടത് കാര്യമായില്ല. നമ്മുടെ ജീവിതത്തിൽ മരണാനന്തര ജീവിതത്തിന് വേണ്ടി അമൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു വിചിന്തനമാണ് ഈ സദസ്സിൽ നിന്ന് നടത്തുന്നത്, മറ്റൊന്നുമില്ല. കാരണം 4 ദിവസം തുടർച്ചയായി നിങ്ങൾ വാതുകൾ കേൾക്കുന്നു. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ പിരിയുമ്പോൾ ഈ 4 ദിവസങ്ങൾ നേടിയെടുത്തതാകുന്ന വാതുകളിൽ നിന്ന് നേടിയെടുത്ത അറിവുകൾക്കുൾപ്പെടെ ഒരു ചിന്ത കൂടി നിങ്ങൾക്ക് നൽകുകയാണ്. ഈ ലോകം മാത്രമല്ല നമുക്ക് ജീവിക്കാനുള്ളത്. ഇനിയുള്ളതാകുന്ന ഘട്ടങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്തയാണ് നമ്മൾ നടത്തേണ്ടത്. നമുക്കിനി പോകാനുള്ള ലോകം ഈ ദുന്യാവിൽ നിന്ന് ഖബറിലേക്കാണ്. അവിടെ നിന്ന് പോകേണ്ടത് മഹ്ശറയിലേക്കാണ്. അവിടെ നിന്ന് പിന്നീട് നമ്മളെ നേരെ സ്വർഗത്തിലേക്ക് എത്തിക്കണം. നരകത്തിലേക്ക് എറിയപ്പെടാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ കുറഞ്ഞ കാലഘട്ടത്തിലുള്ള ജീവിതം എന്നുള്ള തിരിച്ചറിവാണ് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. അതാണ് എല്ലാ വാളുകളിൽ നിന്നും ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ നേടിയെടുക്കേണ്ടതും അത് തന്നെയാണ്. ഇത് നശ്വരമാണ് എന്നും ഈ ലോകം നശിക്കാനുള്ളതാണ് എന്നും ഇത് കഴിഞ്ഞിട്ടുള്ള ലോകമാണ് യഥാർത്ഥ ലോകം, അത് ഖബർ മുതൽക്ക് തുടക്കം കുറിക്കുമെന്നുള്ള ബോധം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ടോ, ഏത് സഹോദരനിൽ നിന്ന് ഏത് സഹോദരിയിൽ നിന്ന് നഷ്ടം സംഭവിക്കുന്നുണ്ടോ അതിലൂടെ നമ്മൾ തീർന്നു എന്ന് മനസ്സിലാക്കണം. നമ്മുടെ നാശത്തിന്റെ തുടക്കം അവിടെയാണ്. നമുക്ക് മരണമുണ്ട് എന്നും എല്ലാവർക്കും അറിയാം. പക്ഷെ മരണാനന്തര ജീവിതത്തെ കുറിച്ച് എല്ലാവരും അശ്രദ്ധരാണ് എന്നുള്ളത് വസ്തുതയാണ്. അവിടെയാണ് നമ്മൾ സയ്യിദുന ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതും തുടക്കം കുറിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قال إبراهيم رب أرني كيف تحيي الموتى قال أولم تؤمن قال بلى ولكن ليطمئن قلبي قال فخذ 4 من الطير فصرهن إليك ثم اجعل على كل جبل منهن جزءا ثم ادعهن يأتينك سعيا واعلم أن الله عزيز حكيم. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ പടച്ചറബേ, കൈഫ തുഹിയൽ മൗതാ,
മരിച്ചുപോയവർക്ക് എങ്ങനെയാണ് നീ ജീവനിട്ട് കൊടുക്കുന്നത് അല്ലാഹുവേ, ഒന്ന് കാണിച്ചു നൽകുമോ അല്ലാ? മരണാനന്തര ജീവിതത്തെ പറ്റി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ചോദിക്കുകയാണ്. മണ്ണോട് ചേർന്നതാകുന്ന മനുഷ്യനെ എങ്ങനെയാണ് പുനർജീവനം നൽകുക, എങ്ങനെയാണ് ആത്മാവൂതുക? കൈഫ തുഹീൽ മൗതാ, കൈഫ തുഹീൽ മൗതാ, മരിച്ചുപോയവർക്ക് എങ്ങനെയാണ് ജീവനിട്ട് കൊടുക്കുക അല്ലാഹ്? ഖാല അവലം തുഅ്മിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു അത്രേ, ഇബ്രാഹിമേ നിനക്ക് വിശ്വാസമില്ലയോ, വിശ്വാസമില്ലയോ? നീ പ്രവാചകനല്ലേ, എന്നിട്ട് മരണാനന്തര ജീവിതത്തെ പറ്റി നിനക്ക് വിശ്വാസമില്ലാതായി പോയോ? യാ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, അല്ല അല്ലാഹ്, ബലാ, എനിക്ക് ആഖിറത്തെ കുറിച്ച് വിശ്വാസമുണ്ട്, മരണാനന്തര ജീവിതത്തെ കുറിച്ച് വിശ്വാസമുണ്ട് പടച്ച റബ്ബേ. അതിനെ കുറിച്ച് ജനങ്ങളോട് പ്രബോധനം നടത്തുന്ന വ്യക്തിയാണ്. സ്വർഗമുണ്ട് എന്നും നരകമുണ്ട് എന്നും സിറാത്തുണ്ട് എന്നും എല്ലാത്തിനെ കുറിച്ചും ജനങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാട് നൽകുന്ന വ്യക്തിയാണ്. വലാകിൻ ലിയത്മഇന്ന ഖൽബി, എന്റെ ഹൃദയത്തിൽ ഈമാനെന്ന് അടിയുറയ്ക്കുന്നതിന് വേണ്ടിയാണ്, എന്റെ ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ധാരാളം ആളുകൾ, ഒരുപാട് വ്യക്തികൾ മരണാനന്തര ജീവിതത്തെ പറ്റി ഇപ്പോഴും ആശങ്കയാണ്. അല്ലാഹ് ശരിയല്ലേ, 4000 സംവത്സരങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതാകുന്ന ആ ജീവിതത്തെ പറ്റി നമുക്കും ഇന്ന് സന്ദേഹമല്ലയോ? പുതുശ്ശേരിക്കോട്ട ജമാഅത്തിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, മരണാനന്തര ജീവിതത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങി തയ്യാറായിട്ടുണ്ടോ? നുരുമ്പി പോകുന്ന നമ്മുടെ ശരീരത്തെ നാളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് അല്ലാഹു എന്നുള്ള ബോധോദയം നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ കള്ളു കുടിക്കുമോ? ഉണ്ടെങ്കിൽ സിനിമ കാണുമോ? ഉണ്ടെങ്കിൽ സീരിയൽ ദർശിക്കുമോ? ഉണ്ടെങ്കിൽ ഹറാമായ തലത്തിലേക്ക് കണ്ണു കൊണ്ടുപോകുമോ? ഉണ്ടെങ്കിൽ ഹറാമായ തലത്തിലേക്ക് കാതു കൊണ്ടുപോകുമോ? ഉണ്ടെങ്കിൽ അന്യ പെണ്ണിന്റെ ശരീരഭാഷയിലേക്ക് നീ നോക്കുമോ? കടന്നു പിടിക്കുമോ? സിനിമാ തിയേറ്ററിലേക്ക് നടക്കുമോ? ചെറുപ്പക്കാരാ, ഇല്ല 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 ഇല്ല. മരണത്തെ കുറിച്ചുള്ള ബോധമില്ല, മരണാനന്തര ജീവിതത്തെ പറ്റി വിശ്വാസമില്ല. കേവലം പേരിൽ മാത്രം മുഅ്മിനാണ്, ആധാർ കാർഡിൽ മാത്രം മുഅ്മിനാണ്, റേഷൻ കാർഡിൽ മാത്രം മുഅ്മിനാണ്, പാസ്പോർട്ടിൽ മാത്രം മുഅ്മിനാണ്. ആഖിറത്തെ കുറിച്ച് ചിന്തയില്ലാത്ത മുഅ്മിനത്തായ ഉമ്മയാണ്. പറയുമ്പോൾ ആമിനയാണ്, പറയുമ്പോൾ ആയിഷയാണ്, പറയുമ്പോൾ ഫാത്തിമയാണ്, പറയുമ്പോൾ അബ്ദുസ്സലാമാണ്, പറയുമ്പോൾ റഷീദാണ്. പക്ഷേ അവന്റെ ഹൃദയത്തിൽ ഈമാനിന്റെ കണികയില്ല, സ്വർഗത്തെ കുറിച്ച് വിശ്വാസമില്ല, നരകത്തെ കുറിച്ചുള്ള ഭയപ്പാടില്ല, ഖബറിന്റെ ശിക്ഷയെ കുറിച്ചുള്ള ബോധോദയമില്ല. ഉണ്ടെങ്കിൽ ഈ ദുനിയാവിൽ അന്യന്റെ സമ്പത്ത് നീ അപഹരിക്കാൻ തയ്യാറാവില്ല. അരച്ചാണ് വഴിയുടെ വിഷയത്തിൽ എത്ര വർഷമായടാ അയൽക്കാരനുമായി നീ ബന്ധം വിച്ഛേദിച്ചിട്ട്? എത്ര നാളായി പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവനല്ലയോ? മോശപ്പെട്ട തലത്തിലേക്ക് രാത്രിയുടെ യാമങ്ങളിൽ കണ്ണ് പായിപ്പിക്കുന്നവനല്ലയോ? അന്യ പെണ്ണുമായി ചാറ്റിംഗ് നടത്താൻ മടിയില്ലാത്ത ഉളുപ്പില്ലാത്ത വ്യക്തിയല്ലയോ? മാതാപിതാക്കൾ പഠിക്കാൻ വേണ്ടി വാങ്ങിച്ചു തന്ന മൊബൈൽ ഫോണിലൂടെ രാത്രി സമയങ്ങളിൽ തൊട്ടപ്പുറത്ത് ഉറങ്ങിക്കിടക്കുന്ന മാതാവിനെയും പിതാവിനെയും അറിയാതെ മോശമാകുന്ന രീതിയിൽ അന്യ ചെറുപ്പക്കാരനുമായി ചാറ്റിംഗ് നടത്താൻ പെങ്ങളെ, +2 പഠിക്കുന്ന പൊന്നുമോളെ, BA പഠിക്കുന്ന ചെറുപ്പക്കാരാ, നിനക്കെങ്ങനെയാണ് തോന്നിയത്? മരണത്തെ കുറിച്ചുള്ള ബോധമില്ല,
മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ പറ്റി ഒരു ബോധമില്ല, ഖബറിൽ ശിക്ഷയുണ്ടെന്നുള്ള ബോധമില്ല. കേവലം ഒരു പറച്ചിൽ മാത്രമാണ്, ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു. ഇല്ല ഇല്ല, ഇരിക്കുന്ന ഓരോ ചെറുപ്പക്കാരും അവരവരുടെ ഹൃദയത്തിലേക്ക് കൈവച്ചുകൊണ്ടെന്ന് ചിന്തിക്കണേ സഹോദരാ. ഇരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പാ ഉമ്മ, നമുക്ക് ആഖിറത്തെ പറ്റി ഭയമുണ്ടോ? ഖബറിനെ കുറിച്ച് ഭയമുണ്ടോ? നരകത്തെ കുറിച്ച് ഭയമുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഹറാമായ തലത്തിലേക്ക് നീ പോകുകയില്ല, ഹറാമായ ചുവട് നീ വെക്കുകയില്ല, ഹറാമായ ചിന്ത നീ വെച്ച് പുലർത്തുകയേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് പറഞ്ഞു, അല്ലാ, മരണാനന്തര ജീവിതത്തെ പറ്റി, മരിച്ചു പോയവരെ ഒന്ന് പുനർജീവനം നൽകുന്നത് എനിക്കൊന്ന് കാണിച്ചു നൽകാൻ പറഞ്ഞത് എനിക്ക് വേണ്ടി മാത്രമല്ല അല്ലാ, വരാനിരിക്കുന്നതാകുന്ന ജനസഹസ്രങ്ങൾക്ക്, വരാനിരിക്കുന്ന ജനകോടികൾക്ക് പാഠമാണ് പാഠമാണ് പാഠമാണ്. അവർക്കും കൂടി ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാനുള്ള മാതൃകയാണ്. വലാകിൻ ലിയത്മഇന്ന ഖൽബി, എന്റെ ഹൃദയത്തിൽ ഈമാൻ ഒന്ന് വേറിട്ട് രൂഢമൂലമാകുന്നതിന് വേണ്ടി ഒന്ന് കാണിച്ചു തരണം. എന്ത് കാണിക്കണം? എന്താ കാണിക്കേണ്ടത്? മരിച്ചുപോയവരെങ്ങനെ ജീവിപ്പിക്കുമെന്നുള്ളത് കാണിക്കണം. ആര് പറഞ്ഞു? ആരാ ചോദിക്കുന്നത്? ആരാ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഉറക്കെ പറയും, സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. എല്ലാ പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോൾ ഉറക്കെ പറയണം അലൈഹിസ്സലാം. അത് മങ്കൂസ് മൗലിദി കേൾക്കുമ്പോൾ മാത്രം പോരാ, അല്ലാത്തപ്പോഴും വേണോ അത്. സയ്യിദുനാ ഇബ്രാഹിം, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, ഒരു പ്രവാചകർക്കും ഇടയിൽ വേർതിരിക്കാൻ പാടില്ല, വേർതിരിക്കുന്നവൻ മുസ്ലിമുമല്ല. എല്ലാ പ്രവാചകന്മാരെയും ബഹുമാനിക്കണം, അല്ലാതെ നമ്മുടെ പ്രവാചകനല്ലല്ലോ എന്ന് പറയാൻ പാടില്ല. സയ്യിദുനാ ഇബ്രാഹിം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് മറുപടി നൽകി, എങ്കിൽ ശരി, നിനക്കിതാ കാണിച്ചു തരാം, തുടങ്ങാൻ പോവാണ് പരിപാടി. എന്താ ചെയ്യാൻ പോകുന്നത്? മരിച്ചുപോയവരെ പുനർജീവിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ പോവാണ്, ദൃഷ്ടാന്തം. ഇതോടുകൂടി നമ്മൾ എന്ത് വിശ്വസിക്കണം? മരണാനന്തര ജീവിതം വിശ്വസിക്കണം. കാരണം ഖുർആനിക വചനമാണ്, സൂറത്തുൽ ബഖറയാണ്, 170-ാം സൂക്തമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ശരിക്കും ശ്രദ്ധിച്ചോണം. മരിച്ചതിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്നുള്ളത് കാണിച്ചു തരാൻ. നമ്മൾ മണ്ണോട് ചേർന്നാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇബ്രാഹിം നബിയോട് പറഞ്ഞു, 4 പക്ഷികളെ നീ പിടിക്കണം, അതിനെ അറക്കണം, കഷ്ണം കഷ്ണമാക്കി മുറിക്കണം. എന്നിട്ട് ആ 4 പക്ഷികളെയും കൊണ്ടുപോയി ദൂരെയുള്ളതാകുന്ന പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയി കലർത്തിയതിന് ശേഷം അതിന്റെ മാംസങ്ങളും അതിന്റെ രോമങ്ങളും അതിന്റെ എല്ലാ രോമകൂപങ്ങളും ഒക്കെ കലർത്തിയിട്ട് നീ എന്ത് ചെയ്യണം? 4 പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയി വെക്കണം. ഈ 4നെയും അങ്ങനെ ബഹുമാനപ്പെട്ടവർ പിടിച്ചു. 4 പക്ഷികളെ പിടിച്ചു. ഒന്ന് പ്രാവ്, മറ്റൊന്ന് മയില്, മൂന്നാമത്തത് കോഴി, നാലാമത്തത് കാക്ക. 4 ജീവികളെ പിടിച്ചു. ശരിക്കും ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഏതൊക്കെയാണ്? പ്രാവ്, മയില്, കോഴി, കാക്ക. പ്രാവ് വീട്ടിൽ വളർത്തുന്നവരുണ്ട്? ഉണ്ടോ? കൈ ഉയർത്തിക്ക്. എത്ര പേരുണ്ട്? ആരുമില്ല. സ്ഥാനം കൊണ്ടുപോകാനാണോ എന്ന് കരുതിയിട്ടെ? നമുക്കൊന്നും വേണ്ട. ഓരോരുത്തരുടെ വീട്ടിൽ വന്ന് നോക്കണം, അപ്പം അറിയാം എത്ര പ്രാവുണ്ട്. കോവിഡ് വന്നതിന് ശേഷം വീട്ടിൽ മുഴുവൻ പ്രാവും കുഞ്ഞുങ്ങളാണ്, അല്ലേ? പ്രാവുണ്ട്, ചിലർക്ക് മീൻ വളർത്തലുണ്ട്, പല പരിപാടികളാണ്. സലീം സാഹിബിൻ്റെ ഒക്കെ വീട്ടിൽ പോയാൽ മൊത്തം പക്ഷി കുഞ്ഞുങ്ങളാണ്. മീനുണ്ട്, പൂച്ചയുണ്ട്, എല്ലാം ഉണ്ട്, കോഴിയുണ്ട്, ആടുണ്ട്. അള്ളാഹുവർക്കൊക്കെ ബറക്കത്ത് ചൊരിയട്ടെ. അങ്ങനെ വേണം. കോഴിയുള്ളവരൊന്നും ഇവർക്ക് എത്ര പേരുണ്ട്? കോഴി കോഴി കഴിച്ചിട്ട് വന്നവരല്ല, അതായിരിക്കും ചിലപ്പോൾ കൂടുതൽ. അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബറക്കത്ത് ചൊരിയുമാറാവട്ടെ, ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ. നല്ല വെള്ള പൂവൻ കോഴി നല്ലതാണ്, ഒരു വീട്ടിലുണ്ടാവൽ സുന്നത്താണ്. ഒരു വീട്ടിൽ വളർത്തൽ നല്ലതാണ്. നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ അത് അറിയിക്കുന്നതാണ്. നല്ല വെള്ള പൂവൻ കോഴി, നല്ല പൂവൊക്കെ ഉള്ള നല്ല പൂവൻ കോഴി, ചുവന്ന പൂവുള്ള
നല്ല വെളുത്ത നല്ല പൂങ്കോഴി. ഇന്നിപ്പോൾ ആരെങ്കിലും ഇവിടെ കച്ചവടത്തിനുണ്ടെന്നാൽ ഭയങ്കര ഡിമാൻഡായിരിക്കും. അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. അങ്ങനെ വെള്ള പൂങ്കോഴി ഉള്ളവരൊന്നും ആരെങ്കിലും ഉണ്ടോ? ഒരാളുണ്ട്. മാഷാ അല്ലാഹ്. എല്ലാവരും അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട. അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. അതൊക്കെ വേണം. ആടിനെ വളർത്താം. മാമിൻ നബിയ്യിൻ ഇല്ലാ വഖദ് റഅ ശഫീഉന റസൂലുള്ളാഹി. എല്ലാ അമ്പിയാക്കളും ആടിനെ മേച്ചിരുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വലിയ ഗുണമുണ്ടാവും. നേതൃപടവും അലങ്കരിക്കാൻ സാധിക്കും. എല്ലാ അമ്പിയാക്കളും ആടിനെ മേച്ചിരുന്നവരാണ്. ആട് ഇങ്ങോട്ട് വലിക്കുമ്പോൾ അങ്ങോട്ട് പോകും. അങ്ങനെയാണ് ആടിൻ്റെ ഒരു പ്രകൃതം. നല്ല ക്ഷമ വേണം. നല്ല ക്ഷമാശീലരാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് വീട്ടിലൊക്കെ കുറച്ച് നാളെങ്കിലും, ഒരുപാടില്ലെങ്കിലും കുറച്ച് നാളെങ്കിലും, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ആടിനെ മേയ്ക്കുന്ന കാര്യം പറയുമ്പോൾ എല്ലാവരും ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. അത് തന്നെ ആ ബുദ്ധിമുട്ട് സഹിച്ച് നമ്മൾ അതിനെ മേച്ചാൽ അതിനൊരു ഗുണം ജീവിതത്തിൽ ഉണ്ടാകും, ഉറപ്പാണത്. കാരണം ലോകത്തെ ഏറ്റവും അത്യുത്കൃഷ്ട വ്യക്തികളാണ് ആര്? അമ്പിയാക്കൾ. ആ അമ്പിയാക്കൾ എല്ലാവരും ആടിനെ മേച്ചിരുന്നവരാണെന്ന് ഹബീബ് റസൂലുള്ളാഹി. അപ്പൊ അതിനൊരു ഗുണമുണ്ട്, വലിയ ബറക്കത്തുണ്ട്. അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നിൽക്കട്ടെ, ഞാൻ തിരിച്ചു വരുന്നു. അപ്പൊ പ്രാവ്, മയില്, കോഴി, കാക്ക, ഈ 4 സാധനത്തെയും പിടിച്ചു. ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറുത്തു. അതിനെ കഷ്ണമാക്കി മുറിച്ചു. എന്തിനാ അങ്ങനെ ചെയ്യുന്നതിനാ? അതിനെ പുനർജീവിപ്പിക്കാൻ പോവാണ്, തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. അപ്പൊ അത്രത്തോളം ഇഞ്ചിഞ്ചായി കഷ്ണമാക്കിയതിനെ എങ്ങനെ കൊണ്ടുവരും, അതിനാണ് നോക്കുന്നത്. ശരിക്കും നല്ല കഷ്ണമാക്കി ഷവർമയ്ക്കൊക്കെ മുറിക്കുന്നത് പോലെ മുറിച്ചു എന്നർത്ഥം. അങ്ങനെ പറഞ്ഞാൽ വേഗം തിരിയുമല്ലോ. അങ്ങനെ മുറിച്ച് റെഡിയാക്കി. ഖുർആൻ പറഞ്ഞ ചരിത്രമാണ്, ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൊട്ടടുത്ത് കാണുന്നതാകുന്ന പർവ്വതങ്ങൾക്ക്, 4 പർവ്വതത്തിന്റെ മുകളിൽ ഈ 4 പക്ഷികളെയും കലർത്തി, മാംസങ്ങൾ കലർത്തി, അതിന്റെ തൂവലുകളുണ്ട്, അതിന്റെ രോമങ്ങളുണ്ട്, ഒക്കെ കലർത്തിയിട്ട് ആ 4 പർവ്വതങ്ങൾക്ക് മുകളിൽ കൊണ്ടുപോയി ഇതിന്റെ അംശം കൊണ്ടുപോയി വെക്കാണ് എല്ലാത്തിന്റെയും. എന്നിട്ട് തല മാത്രം കയ്യിൽ പിടിച്ചു, ഓരോന്നിന്റെയും തല മാത്രം. എല്ലാത്തിൻ്റെയും തലയുണ്ട്. പ്രാവിൻ്റെ ഉണ്ട്, മയിലിൻ്റെ ഉണ്ട്, കോഴിയുടെ ഉണ്ട്, കാക്കയുടെ ഉണ്ട്. എന്നിട്ട് ഈ തല മാത്രം പിടിച്ചിട്ട് ബഹുമാനപ്പെട്ടവര്, ഖുർആനാണ്, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്. ഖാല ഫഖുദ് അർബഅതം മിനത്ത്-ത്വയ്ർ فصرهن إليك ثم اجعل على كل جبل منهن جزءا ثم ادعهن يأتينك سعيا واعلم أن الله عزيز حكيم. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം 4 പക്ഷികളെയും അറുത്തിട്ട് അതിൻ്റെതാകുന്ന കഷ്ണങ്ങൾ കൊണ്ടുപോയി 4 പർവ്വതങ്ങൾക്ക് മുകളിൽ കൊണ്ടുപോയി വെക്കുകയാണ്. അതിൻ്റെ തലകൾ 4 കൈകളിൽ പിടിച്ചുകൊണ്ട് ആ ജീവജാലങ്ങളെ നോക്കിക്കൊണ്ട് വിളിക്കുകയാണ്, തആലൈൻ തആലൈൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ആ പക്ഷികൾ അതിൻ്റെതാകുന്ന തൂവലിലേക്ക് വന്നുകൊണ്ട് ചേരുകയാണ്. അതിൻ്റെ മാംസങ്ങൾ വന്നുകൊണ്ട് ചേരുകയാണ്. ഏത് രീതിയിലാണോ, ഏത് കോലത്തിലാണോ, ഏത് ഭാവത്തിലാണോ അതുണ്ടായിരുന്നത്, ഓരോന്നും അതിൻ്റെതാകുന്ന രൂപം പഴയ രൂപത്തിലേക്ക് പ്രാപിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചപ്പോ അവകളിതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്ക് നടന്നു വരുകയാണ്. തലയില്ലാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് ഓരോ ജീവജാലങ്ങളും നടന്നു വന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം 4ന്റെയും തലകൾ കൈപിടിച്ചുകൊണ്ട് വീണ്ടും വിളിക്കുകയാണ്, തആലൈൻ വരുക. ഓരോ പക്ഷികളും അതിൻ്റെതാകുന്ന തലകളിലേക്ക് വന്നുകൊണ്ട്, ശരീരം വന്നുകൊണ്ട് ചേരുകയാണ്, ഉടല് വന്നുകൊണ്ട് ചേരുകയാണ്. പൂർവാധികം ഭംഗിയായി, രൂപത്തിലായി, കോലത്തിലായി, ആത്മാവുതപ്പെട്ട നിലയിൽ അത് നിലകൊള്ളുകയാ. വഅലം അന്നല്ലാഹ അസീസുൻ ഹകീം. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ
പരിപാലകനാകുന്ന പടച്ചറബ് എത്ര വലിയതാകുന്ന അറിവുള്ള വ്യക്തിത്വമാണ്, എത്ര വലിയ തത്വജ്ഞാനമുള്ള വ്യക്തിത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അജയ്യനല്ലയോ, അജയ്യനല്ലയോ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തേ, എന്തിനാണ് ഈ ചരിത്രം തന്നെ തുടക്കത്തിൽ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ചരിത്രത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലാഹു നമ്മളോട് പഠിപ്പിക്കുന്നത്, മരിച്ച മണ്ണോട് നീ എത്ര കഷ്ടമായി നുരുമ്പിപ്പോയാലും നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് അല്ലാഹു. നാളെ മഹ്ശറയിലേക്ക് പുനർജീവിപ്പിക്കുന്ന നാളുകളിൽ കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് അല്ലാഹു. നീ ഏത് യുദ്ധത്തിൽ മരിക്കട്ടെ, ഏത് വെടികൊണ്ട് മരിക്കട്ടെ, ശത്രുവിൻ്റെതാകുന്ന കുത്തേറ്റ് മരിക്കട്ടെ, സ്വയം മരിക്കട്ടെ, ഏത് രീതിയിൽ മരണപ്പെട്ടാലും നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ശേഷിയുള്ളവനാണ് അല്ലാഹ്. ഈ ദുനിയാവിൽ നിന്നെ കത്തിച്ച് ചാമ്പലാക്കിയാലും നിന്റെ ശരീരത്തിന്റെ രോമകൂപങ്ങൾ കണക്കെ കൃത്യമായി തിരിച്ചു കൊണ്ടുവരാൻ കെൽപ്പുള്ളവനാണ്, എബിലിറ്റി ഉള്ളവനാണ് അല്ലാഹ്. അതുകൊണ്ട് മരണാനന്തര ജീവിതം യാഥാർത്ഥ്യമാണ് എന്നുള്ള ബോധോദയം ഉണ്ടാവണേ, ഉണ്ടാവണേ. മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ഉറപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനുവേണ്ടിയാണ് ഈ ചരിത്രം പറഞ്ഞത്. ഇനി ആരും അങ്ങനെ അവിശ്വസിക്കാൻ പാടില്ല. മരിച്ചതിന് ശേഷം ഒന്നുമില്ല, സ്വർഗമൊന്നുമില്ല, നരകമൊന്നുമില്ല, എല്ലാം ഉണ്ട്. തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹ്ക്ക് കഴിവുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ മുഖേന നമുക്ക് പഠിപ്പിച്ച ചരിത്രമാണ് ഈ ചരിത്രം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അത് ഈ മാസത്തിൽ പറയൽ വളരെ പുണ്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശ്രദ്ധിക്കുക നിങ്ങൾ. അതുകൊണ്ട് തന്നെ മരണാനന്തര ജീവിതം ഉറപ്പായ നമ്മൾ ഇനി എന്ത് ചെയ്യണം? മരിച്ചതിന് ശേഷമുള്ള അഥവാ മരണാനന്തര ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അതാണ് ഇനി ചെയ്യേണ്ടത്. ഇപ്പൊ എത്ര വയസ്സായി എന്നോട് പറയണ്ട. ഓരോരുത്തരും അവരവരുടെ വയസ്സൊന്ന് ചിന്തിക്കും. നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അത് കഴിഞ്ഞ് ചെയ്യാം, അടുത്ത വർഷം ചെയ്യാം എന്ന് പറഞ്ഞ് പിന്തിച്ച് എത്ര കർമ്മങ്ങൾ എത്ര വൈകി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും നമ്മൾ ഇശാ നിസ്കരിച്ചിട്ട് വന്ന ആളുകൾ തന്നെ നിസ്കാരം അത് സ്വഹീഹായി നിസ്കരിച്ചിട്ടുണ്ടോ, അത് കറക്റ്റായി നീ ഒതുവെടുത്ത് നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സാധനം പറയാൻ പറ്റൂല. നിസ്കരിച്ചായിരുന്നു. നമുക്ക് ആർക്കും ഒരു ഉറപ്പില്ല. നമുക്ക് ഉറപ്പിച്ച് നിസ്കരിക്കാം. അപ്പം അത് നാളെ നമുക്ക് പിന്നെ നിസ്കരിക്കാം, നാളെ അടുത്ത ദിവസം നമുക്ക് നല്ല ഇൻഷാ അല്ലാഹ് നല്ല റാഹത്തായിട്ട് നിസ്കരിക്കാം. ഈ നാളെയുടെ പറച്ചിൽ എത്തിയിട്ട് ഇപ്പൊ എത്രയായി? വയസ്സിപ്പോ എത്രയായി? താടി നരച്ചു, രോമകൂമങ്ങൾ പലതും നരച്ചു, പല ആളുകളും മരണത്തിലേക്ക് ഊന്നി നിൽക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്നിട്ട് അത് മറയ്ക്കാൻ വേണ്ടി ഹറാമായി ഡൈയും ചെയ്ത് നിൽക്കാൻ, എങ്ങനെയെങ്കിലും നരച്ചിട്ടില്ല എന്നറിയിക്കാൻ, കണ്ണാടിയുടെ മുന്നിലെങ്കിലും നര ബാധിച്ചിട്ടില്ല, യുവ കോമളനാണെന്ന് അറിയിക്കാനാണ് നമ്മൾ നിലകൊള്ളുന്നത്. നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഈ കാലഘട്ട ജീവിതത്തിൽ എത്ര സുഹൃതം അനുഷ്ഠിച്ചു? ഓരോരുത്തരും ഒന്ന് ചിന്തിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആ ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നോളി, ബക്കറ്റ് വരുമെന്ന് കൊണ്ട് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാവരും ഒരു നല്ല സ്വതക്ക നൽകിന് അള്ളാഹു നമ്മുടെ സ്വതക്ക കബൂലാക്കുമാറാവട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിക്കട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. 3 പെൺകുട്ടികളെയാണ് ഇൻഷാ അല്ലാഹ് ഇതിന്റെ സംഘാടകർ ഈ വർഷം തന്നെ വിവാഹം ചെയ്തയക്കാനുള്ള ആഗ്രഹം അവർക്കുള്ളത്. അതിലൊരു പെൺകുട്ടിക്ക് വേണ്ടിയുള്ള ഫണ്ട് അവർ കണ്ടെത്തി. ഇനി 2 പെൺകുട്ടികളെ അയക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അതിനുള്ള ഒരവസ്ഥ വിശേഷം ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലൂടെ ഉണ്ടാവണം. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. നല്ല മുഅ്മിനീങ്ങൾ, സ്വാലിഹീങ്ങളാകുന്ന സച്ചരിതരായ വ്യക്തികൾ, സഹോദര സഹോദരിമാർ ഈ നാട്ടിലുള്ള കാലത്തോളം ഒരുപാട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഈ സംഘടനയ്ക്ക് സാധിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞ് നല്ല നിയ്യത്തിൽ സദഖ ചെയ്യൻ. കൊടുക്കുന്ന സദഖ ഒന്നും പാഴാവൂല്ല. ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യുന്ന സംഘാടകരാണ്. അല്ലാഹു അവരെ അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല നിയ്യത്തിന് സദഖ നൽകി അല്ലാഹു നമ്മുടെ സദഖ സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഉറക്കാമീൻ പറയും. ആമീൻ.
അർഹമുറാഹിമായ അല്ലാ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ സംഗമം നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ഈ നൽകുന്ന സദഖ ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയായി നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ രോഗങ്ങൾ ശമനം നൽകണേ അല്ലാ. ശരീരത്തിന് സിഹത്ത് നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് ഞങ്ങൾക്ക് ഏവർക്കും കാവൽ നൽകണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാ. പാരത്രിക ലോകത്ത് വലിയതാകുന്ന ഉയർന്ന പ്രതിഫലം ഞങ്ങൾക്ക് ഈ സദഖയിലൂടെ നസീബാക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ചുരുക്കത്തിൽ മരണാനന്തര ജീവിതത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങി തയ്യാറാവണം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമ്മൾ സുഹൃതങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടോ? ഓരോരോ ചിത്രം ചിന്തിക്കും. നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പിന്തിച്ചു പോവാൻ. എപ്പോഴാണ് നമുക്ക് സുഹൃതം ചെയ്യാൻ അവസരം ലഭിക്കുക? എപ്പോഴാണ് അവസരം ലഭിക്കുക? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ മിൻ യൗമിൻ ഇല്ലാ അഖറജ ഇലാ അഹ്ലി ദുനിയാ ഫയുനാദി യബ്ന ആദം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എല്ലാ ദിവസവും ഈ ദുനിയാവിന്റെ അഹ്ലുകാരിലേക്ക് ദിവസം വന്നുകൊണ്ട് വിളിച്ചു പറയുമത്രേ, ആദമിന്റെ സന്തതിയെ, ആദമിന്റെ പൊന്നുമോനെ, ഇഗ്തനിമനി, നീ എന്നെ ശരിക്കൊന്ന് മുതലാക്കണേ. നീ ഈ ദിവസത്തെ വെറുതെ കളഞ്ഞു കുളിക്കല്ലേ. അനാവശ്യമാകുന്ന സംസാരങ്ങൾ നടത്തിക്കൊണ്ട് ഈ ദിവസത്തെ നീ ഹനിച്ചു കളയല്ലേ. നമസ്കരിക്കാതെ പോകരുതേ, നോമ്പ് നോൽക്കാതെ പോകരുതേ, പാവങ്ങളുടെ കണ്ണീരപ്പാതെ പോകരുതേ, നിരാലംബര കവലംബമാകാതെ പോകരുതേ. സുഹൃതങ്ങൾ ധാരാളം അനുഷ്ഠിച്ചുകൊണ്ട് ഈ ദിവസത്തെ നീ ധന്യമാക്കണേ. യഗ്തനിമനി ഫലഅല്ലഹു ലാ ലൈല ലാ യൗമ ലക ബഅദി. കാരണം ഇതിന് ശേഷം ഈ പകല് നിനക്ക് ഇല്ലാതായേക്കാം. ഇനി ഒരിക്കലും ഈ ദിവസം മടങ്ങി വരുകയില്ല. ഇനി ഒരിക്കലും ഈ പകല് നിന്നിലേക്ക് മടങ്ങി വരുകയില്ല. അതുകൊണ്ട് ഈ പകലിനെ നീ ശരിക്ക് ഇബാദത്ത് എടുക്കണേ എന്ന് ഓരോ പ്രഭാതവും വന്നുകൊണ്ട് ഓരോ മനുഷ്യരുടെ അടുക്കലും വന്നുകൊണ്ട് പറയുന്നുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വലാ ലൈലത്തുൻ തുനാദി യബ്ന ആദം. എല്ലാ രാത്രിയും ഓരോ രാത്രികളും വന്നുകൊണ്ട് മനുഷ്യരുടെ അടുക്കൽ വിളിച്ചു പറയുകയാണ്, ഇന്നത്തെ മഗ്രിബ് അസ്തമയം വന്നപ്പോൾ, സൂര്യൻ അസ്തമിച്ചപ്പോൾ, സൂര്യന് പടിഞ്ഞാറിലേക്ക് വന്നുകൊണ്ട് അസ്തമയം തൂകിയപ്പോ, ഈ അസ്തമയത്തിൻ്റെതാകുന്ന സന്ദർഭത്തിലും ലോകത്തോട് രാത്രി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അല്ലയോ ജനങ്ങളെ, ജനങ്ങളെ, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോനെ, യഗ്തനിമനി, നീ എന്നെ ശരിക്ക് മുതലാക്കണേ. നീ ഈ രാത്രിയെ ശരിക്ക് ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണേ. മുൻഗാമികളാകുന്ന ആളുകൾ ഇബാദത്ത് എടുത്തത് രാത്രിയിലാണ്. എത്രയോ എത്ര ഔലിയാക്കൾ കഴിഞ്ഞുപോയി, എത്ര അമ്പിയാക്കൾ കഴിഞ്ഞുപോയി, എത്ര മഹാന്മാര് കഴിഞ്ഞുപോയി, എത്ര മഹിളകൾ കഴിഞ്ഞുപോയി. അവരെല്ലാവരും രാത്രിയിൽ ഉറക്കം ഒഴിച്ചുകൊണ്ട് ഇബാദത്ത് എടുത്തവരാണ്. അതുകൊണ്ട് രാത്രികൾ വന്നുകൊണ്ട് മനുഷ്യന്റെ മുന്നിൽ വന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ ആദമിന്റെ സന്തതികളെ, അല്ലയോ പെങ്ങളെ, സഹോദരാ സഹോദരി, യഗ്തനിമനി, എന്നെയൊന്ന് ശരിക്കൊന്ന് അമൽ ചെയ്യാൻ നിങ്ങൾ മുതലാക്കണേ. ഈ രാത്രിയെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണേ. ഖുർആൻ ഓതുന്ന വീടാക്കണേ, ദിക്ർ ചെല്ലുന്ന വീടാക്കണേ, സ്വലാത്ത് അധികരിപ്പിക്കുന്ന വീടാക്കണേ, ഇശാ മഗ്രിബിന്റെ ഇടയിൽ യാസീൻ ഓതുന്ന വീടാക്കണേ.
വീടാക്കണേ, സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്ന വീടാക്കണേ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന വീടാക്കണേ. ഹറാമാകുന്ന തലത്തിലേക്ക് കണ്ണുകൊണ്ട് പോകരുതേ, ഒരു സീരിയൽ ദർശിക്കുന്ന തലത്തിലേക്ക് പോകരുതേ. ഫലഅല്ലഹു ലാ ലൈലത ലക ബഅദി, ഒരുപക്ഷേ ഈ രാത്രി കഴിഞ്ഞതിന് ശേഷം നിനക്ക് മറ്റൊരു രാത്രി കിട്ടാതെ വന്നു പോയേക്കാം. അടുത്ത രാത്രിക്ക് ശേഷം, അടുത്ത രാത്രിക്ക് മുമ്പായിട്ട് നീ മരണപ്പെട്ടേക്കാം. ഈ രാത്രി ഒരിക്കലും നിനക്ക് തിരിച്ചു വരാതായേക്കാം. ഇന്നത്തെ രാത്രിയും ഇന്നത്തേതാകുന്ന പകലുകളും ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് വരികയില്ല എന്നുള്ള തിരിച്ചറിവ് നിനക്കുണ്ടാവണേ, നിനക്കുണ്ടാവണേ. അതുകൊണ്ട് നീ ഇബാദത്തെടുക്കാൻ വേണ്ടി മുന്നോട്ട് കടന്നു വരണേ എന്ന് ഓരോ ദിവസവും നിന്നോട് പറയുന്നുണ്ടെന്ന്, ആ ദിവസങ്ങൾ വന്നുകൊണ്ട് പറയുന്നുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകൻ വീണ്ടും പറയുകയാണ്, ദിവസങ്ങൾ വന്നുകൊണ്ട് ജനങ്ങളോട് പറയുകയാണ്, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോളെ, ഇന്നി യൗമുൻ ജദീദ്, ഓരോ പ്രഭാതത്തിലും ഓരോ ദിവസവും നിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഞാനൊരു പുതിയ ദിവസമാ, ഒരു പുതിയ ദിവസമാണ് നിനക്കിതാ അള്ളാഹു നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസത്തെ നീ മുതലാക്കണം, നീ അമല് ചെയ്യണം, നീ നിസ്കരിക്കണം, നീ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. ഈ ദിവസത്തിൽ ഏതെല്ലാം സുകൃതങ്ങൾ ചെയ്തുകൊണ്ട്, നന്മകൾ ചെയ്തുകൊണ്ട് പടച്ചറപ്പിലേക്ക് അടുക്കാൻ സാധിക്കുമോ, ആ സുകൃതങ്ങളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് നീ നിലകൊള്ളണേ. ഓരോ ദിവസവും നിന്റെ അടുക്കൽ പറയുന്നുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എല്ലാ ദിവസങ്ങളും എന്ന് പറയുന്നുണ്ട്, നീ എന്നെ മുതലാക്കിക്കോ. ഓരോ പകലും പറയും, ഓരോ രാത്രിയും പറയും. ഇനി നിന്നിലേക്ക് മടക്കമില്ല, ഇനി മടങ്ങുന്നില്ല. അതുകൊണ്ട് ഈ പകല് ശരിക്കും നീ ഇബാദത്തെടുക്ക്, ഇല്ലെങ്കിൽ നീ വല്ലാതെ പ്രയാസപ്പെട്ടു പോകും. എല്ലാ രാത്രിയും ഒന്നുകൊണ്ട് പറയുന്നു, നീ ഈ രാത്രി ഇബാദത്തെടുക്ക്, ഇല്ലെങ്കിൽ പ്രയാസമാകും. ഇതൊക്കെ കേട്ടിട്ടും നമ്മളിങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കാൻ, എല്ലാ പ്രഭാതവും പ്രദോഷവും നമ്മുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, മുതലാക്കണേ, അമൽ ചെയ്യണേ എന്ന് പറയുന്നു. നമ്മളെപ്പോഴും പുറം തിരിഞ്ഞു നിൽക്കുകയാണ്. സുബഹി നിസ്കരിക്കുന്നില്ല, മഗ്രിബില്ല, ഇശാ ഇല്ല, ഒരു വഖത്ത് പോലും ജമാഅത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എന്താ ഈ സഹോദരങ്ങളെ നമ്മുടെ അവസ്ഥ? മുസ്ലിം സഹോദരങ്ങളുടെ അവസ്ഥ എന്താണ്? എവിടേക്ക് പോയി? കോവിഡിന്റെ കാലഘട്ടങ്ങളിൽ നമസ്കാരം ജുമുഅകൾ വീട്ടിൽ നമസ്കരിച്ചാൽ മതി എന്ന് നിങ്ങൾക്ക് ഫത്വ നൽകിയപ്പോ, ഇന്നത്തെ സാഹചര്യത്തിലും കോവിഡ് കഴിഞ്ഞതിന് ശേഷവും എത്രയോ മുസ്ലിം സഹോദരങ്ങൾ വീട്ടിൽ തന്നെ നമസ്കാരം അതേപോലെ നിലനിർത്തി പോരുന്നവരുണ്ട്. ജുമുഅ ശ്രദ്ധിക്കുന്നില്ല, പള്ളിയിലേക്ക് വരുന്നില്ല, ഇപ്പോഴും അങ്ങനെ തന്നെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സാധാ ഇപ്പൊ കൊരങ്ങുപനി ഉണ്ടല്ലോ എന്നാ പറയുന്നത്. കൊരങ്ങുപനി പറയുന്നുണ്ട്, അവസാനം കൊരങ്ങാകാതിരുന്നാൽ മതി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്തെങ്കിലും കാരണമുണ്ട്, എപ്പോഴും അത് തന്നെ. ക്വാറന്റൈനിലാണ് ഉസ്താദെ എന്നാ പറയുന്നത്. ക്വാറന്റൈൻ കഴിഞ്ഞിട്ടില്ല, വർഷം 2 കഴിഞ്ഞിട്ട് ഇവന്റെ ക്വാറന്റൈൻ തീർന്നിട്ടില്ല. പള്ളിയിലേക്ക് കാണുന്നില്ല, ജമാഅത്തിലില്ല, ജുമുഅക്കില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ തറക സലാസ ജുമഅൻ, ആരെങ്കിലും 3 ജുമുഅ ഒഴിവാക്കിയാൽ ബിഗൈരി ഉദ്രിൻ, അകാരണമായിട്ടാണ് ജുമുഅ ഒഴിവാക്കിയത് എങ്കിൽ, തബഅല്ലാഹു ഫീ ഖൽബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയത്തിലേക്ക് കുഫ്രിയത്തിന്റെ അവിശ്വാസത്തിന്റെ സീൽ പതിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നഊദു ബില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ, നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. എത്രയെത്ര ചെറുപ്പക്കാര് ഈ വിഭാഗത്തിൽ പെട്ടുപോയവരുണ്ട്, എത്രയോ കച്ചവടക്കാരുണ്ട്, എത്രയോ മുസ്ലിം സഹോദരങ്ങളുണ്ട്. പള്ളി തൊട്ടടുത്തുണ്ടായിട്ട് പോലും ജുമുഅക്ക് പോലും വരാത്ത ആളുകളില്ലേ. മൻ തറക സലാസ ജുമുഅൻ ബിഗൈരി ഉദ്രിൻ തബഅല്ലാഹു ഫീ ഖൽബിഹി, യാതൊരുവിധ കാരണവും
ഒരു കാരണവുമില്ലാതെ ജുമാ ഒഴിവാക്കുന്നവരെ പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ, പഠിച്ചു വെക്കണേ രക്ഷിതാക്കളെ. പെങ്ങളെ നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവിന്, നിന്റെ പ്രിയപ്പെട്ട ഉപ്പയെ, മക്കളെ നീ പള്ളിയിലേക്ക് പറഞ്ഞു വിടണേ. 3 ജുമാ അകാരണമായി ഒഴിവാക്കിയാൽ കുഫ്രിയത്തിന്റെ സീല് പതിക്കുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കാര്യമല്ല. നിസ്കാരം ചിട്ട വെക്കണം. നമ്മൾ പിറകോട്ട് പോയില്ലേ? ഇന്നത്തെ ഒരു ദിവസം തന്നെ എടുത്തു നോക്കിനി എത്ര പേര് സുബഹിക്ക് നമ്മുടെ ജമാഅത്തിൽ പള്ളിയിലുണ്ടായിരുന്നു? ളുഹറിനുണ്ടായിരുന്നു, അസറിനുണ്ടായിരുന്നു, മഗ്രിബിനുണ്ടായിരുന്നു, ഇശാഇനുണ്ടായിരുന്നു. ചിന്തിക്കുന്നു ഇന്നത്തെ ഒരു ദിവസം. ഒരു കാര്യമില്ല. വീട്ടിൽ തന്നെ ഇരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഒരു കാര്യമില്ല. ടൗണിൽ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട്. ജമാഅത്ത് ശ്രദ്ധിക്കുന്നില്ല. മുഅ്മിനായ മനുഷ്യനും കാഫിറിനും ഇടയിലുള്ളതാകുന്ന വ്യത്യാസം നിസ്കാരമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഇവർക്ക് 2 പേർക്കും ഇടയിലുള്ള ഐഡന്റിറ്റി അത് നിസ്കാരമാണ്. നിസ്കരിക്കുന്നവൻ മുഅ്മിൻ, അല്ലാത്തവൻ അവിശ്വാസിയാണ്, മുനാഫിക്കാണ്. അവിടെ വിശ്വാസിയാണ്, അതിൽ യാതൊരുവിധ തർക്കവും ഇല്ല. ജമാഅത്തുകൾക്ക് പിന്തുന്നവരെ ഞങ്ങൾ മുനാഫിക്കായി എണ്ണിയിരുന്നു. സ്വഹാബത്ത് പറയാണ്, നിഫാഖാണവൻ, കാപട്യം അറിയപ്പെട്ട വ്യക്തിത്വമാണ്. നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് വീടുകളിൽ ഇരിക്കുന്ന ആളുകൾ, ജമാഅത്തിന് വരാത്ത വ്യക്തികളെ ഞങ്ങൾ മുനാഫിക്കായി എണ്ണിയിരുന്നു എന്ന് സ്വഹാബത്ത് പറയുകയാണ്. നഊദു ബില്ലാഹ്. നിസ്കരിക്കാത്തവരെ അല്ല, നിസ്കരിക്കുമായിരിക്കും, പക്ഷെ പള്ളിയിൽ വരുന്നില്ല, ജമാഅത്തിന് വരുത്തില്ല. അങ്ങനത്തെ ആളുകളെ ഞങ്ങൾ മുനാഫിക്കായി എണ്ണിയിരുന്നു എന്ന് സ്വഹാബത്ത്. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമുക്കൊരു വിഷമം വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ, ഒരു ദുഃഖം വരുമ്പോ നമ്മളത് ചെന്ന് പറയേണ്ട ഇടം അത് പള്ളിയാണ്. മുഅ്മിനീങ്ങൾ വിഷമവും സങ്കടവും വരുമ്പോ എവിടെ വരണം? പള്ളിയിൽ വന്ന് പറഞ്ഞു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യണം. കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഹസമഹു അംറുൻ ഫസിഅ ഇലൽ മസ്ജിദി വസല്ലാ റകഅതൈൻ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെങ്കിലും കാര്യമുണ്ടായാൽ, വിഷമമുണ്ടായാൽ ആദരവായ പ്രവാചകർ ചെയ്യാറുള്ളത് നേരെ പള്ളിയിലേക്ക് വരുമായിരുന്നു. ഫസിഅ ഇലൽ മുസല്ലാ, അള്ളാന്റെ പള്ളിയിലേക്ക് വരുകയാണ്, തിരുസമക്ഷത്തിലേക്ക് വരുകയാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബിന് തീർക്കാൻ പറ്റാത്ത വിഷമം ഏതാണ് സോദരാ? അവന് തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്ത വിഷമം ഏതാണ് സോദരി? അള്ളാന്റെ മുന്നിൽ വന്നുകൊണ്ട് നമ്മുടെ ശിരസ്കരനാവുകയാണ്. 2 റക്അത്ത് പള്ളിയിൽ നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുമായിരുന്നു ഹബീബുനാ റസൂലുള്ളാഹി. യാത്ര തുടങ്ങുന്നതും യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നതും ആ പള്ളിയിൽ നിന്ന് തന്നെ ഹബീബ് റസൂലുള്ളാഹി. നാട്ടിലേക്ക് വന്ന ആദ്യം ഇവിടെ വരും, പള്ളി വരും, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകുള്ളൂ. ഏത് സമയത്തും ഹബീബ് റസൂലുള്ളാഹി. നമ്മൾ പള്ളിയാണെങ്കിലോ, പ്രവാസിയായ ആണെങ്കിൽ പോലും നാട്ടിലെത്തിയിട്ട് പിന്നെ അവനൊരു പോകാൻ നേരത്തായിരിക്കും ചിലപ്പോൾ വരിക, ചിലപ്പോൾ പള്ളിയിലോട്ട്. അത് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും തട്ടുകേട് പറ്റണം, അല്ലെങ്കിൽ ചിലപ്പോൾ പള്ളിയിലോട്ട് വരൂല. ഒന്നില്ലേ ജോലി ഇല്ലാതായി, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായി, അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ മാത്രം പള്ളിയിൽ. എല്ലാവരും അല്ല, ചില ആളുകൾ അങ്ങനെ ഉണ്ട്. അവർക്ക് നന്നാകാനാണല്ലോ വാഴുന്നത്. അതുപോലെ തന്നെ കച്ചവടക്കാര് ബിസിനസ് കൂടി കഴിയുമ്പോ പിന്നെ പള്ളിയില്ല, പള്ളിക്കാരുമില്ല, യാതൊരുവിധ ബന്ധവുമില്ല, ദീനുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, പള്ളിയിൽ നിസ്കരിക്കുന്നില്ല. മനോഹരമാകുന്ന താഴികക്കുടങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആ പള്ളിയിൽ നമസ്കാരം നിലനിർത്തിയിട്ടില്ലെങ്കിൽ നാട്ടുകാർ മുഴുവനും കുറ്റക്കാരാണ്. നല്ല പള്ളി, ഊശ്ശേരിക്കോട്ട പള്ളി, മനോഹരമായ പള്ളി, താഴികക്കുടം എല്ലാം ഉണ്ട്. പക്ഷെ ആളുകൾ നിസ്കരിക്കാനില്ലെങ്കിൽ ഹല്ലി വല്ലി തീർന്ന് എല്ലാം കഴിഞ്ഞ് ഹറാബ്. അല്ലാഹു മലക്കാക്കട്ടെ.